നമസ്കാരം. നമ്മൾ കേട്ടുമറന്നൊരു പരസ്യവാചകമുണ്ട്. ചരിത്രം വഴിമാറുകയാണ് ചിലർ വരുമ്പോൾ. ഒരുപക്ഷെ വിശ്വസിക്കാൻ ഒരൽപ്പം പ്രയാസമായി തോന്നിയേക്കാം. പക്ഷേ ഇവിടെ ഒരു മനുഷ്യൻ അത് സത്യമാണെന്ന് തെളിയിക്കുകയാണ് സ്വന്തം ജീവിതം കൊണ്ട്. വടക്കൻ പരവൂരിലെ സാധാരണക്കാരനായ ഒരു മിമിക്രി കലാകാരനിൽ നിന്ന് തിരക്കേറിയ ചലച്ചിത്ര നടനിലേക്കുള്ള വളർച്ച, പിന്നീട് സിനിമയിലെ വരേണ്യവർഗ്ഗങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതെന്ന് കരുതിപ്പോന്ന മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം. ചരിത്രം തിരുത്തിക്കുറിക്കുകയാണ് ശ്രീ സലിം കുമാർ. നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായ അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം. സ്നേഹസല്ലാമം.com-ന്റെ ഈ സെലിബ്രിറ്റി ചാറ്റിലേക്ക് സ്വാഗതം ശ്രീ സലിം കുമാർ. സ്വാഗതം. ആദ്യം തന്നെ ആദമിന്റെ മകൻ അബുവിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ജഗ്ഗു എന്ന പേരുള്ള മെമ്പറാണ്. അദ്ദേഹം രാഹുൽ എന്നാണ് യഥാർത്ഥ പേര്. തിരുവനന്തപുരത്ത് പഠിക്കുകയാണ്, കോളേജ് വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം ഇതാണ്: ആദാമിന്റെ മകൻ അബു ആകാനുണ്ടായ സാഹചര്യം ഒന്ന് വിശദമാക്കാമോ? അതായത് സലിം അഹമ്മദ് എന്ന സംവിധായകന് ഡേറ്റ് കൊടുത്ത സാഹചര്യം, ഒരു ലോ ബഡ്ജറ്റ് ചിത്രമാണെന്ന് അറിഞ്ഞിട്ടും ആ ഓഫർ സ്വീകരിക്കാനുണ്ടായ പ്രചോദനം എന്താണ്? ഈ സലീം അഹമ്മദ് സംവിധായകൻ എൻ്റെ അടുത്ത് വന്ന് ഈ ആദമിന്റെ മകൻ അബു എന്ന സിനിമയുടെ കഥ പറഞ്ഞു. എനിക്ക് ഇഷ്ടമായി. അങ്ങനെയാണ് ഞാൻ ഡേറ്റ് കൊടുക്കാൻ കാരണം. അദ്ദേഹം ഒരു പുതുമുഖ സംവിധായകനായിട്ടും അദ്ദേഹത്തിന്റെ കഴിവിൽ വിശ്വസിച്ച് ആണ് ഡേറ്റ് കൊടുത്തത്, അല്ലെ? അതെ, തീർച്ചയായിട്ടും. കാരണം ഒരാൾ കഥ പറയുമ്പോൾ അറിയാമല്ലോ അയാൾക്ക് ഒരു കഴിവുണ്ടോ കഴിവില്ലോ എന്നുള്ള കാര്യം കഥ പറച്ചിൽ തന്നെ അറിയാൻ പറ്റും നമുക്ക്. അപ്പൊ ഒരു തികച്ചും പുതുമയുള്ള ഒരു നല്ല മെസ്സേജുള്ള ഒരു പദം അതൊക്കെ മലയാളത്തിൽ വളരെ കുറവാണ്. അങ്ങനെ ഒരു കഥ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ചെയ്യാനായിട്ട്. നന്ദി സാർ. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് താങ്കളുടെ നാട്ടുകാരൻ തന്നെയായ ഒരു വ്യക്തിയാണ്. സജിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞങ്ങളുടെ സൈറ്റിലെ പേര് സജി എന്നാണ്. അദ്ദേഹം US വർക്ക് ചെയ്യുകയാണ്. US ഒരു സയന്റിസ്റ്റ് ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ചോദ്യം ഇതാണ്: കഴിഞ്ഞ 10 കൊല്ലത്തെ ഏറ്റവും മികച്ച 5 സിനിമകളിൽ ഒന്നാണ് അച്ഛൻ ഉറങ്ങാത്ത വീട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ. അതുപോലെ തന്നെ ആ അച്ഛൻ കഥാപാത്രവും അത് അവതരിപ്പിച്ചപ്പോൾ മനസ്സിൽ തട്ടിയ എന്തെങ്കിലും സംഭവം ഉണ്ടോ? അച്ഛനുറങ്ങാത്ത വീടും ആദമിന്റെ മകൻ അബുവും എടുത്താൽ ഏത് കഥാപാത്രമാണ് താങ്കൾ കൂടുതൽ വേദനിപ്പിച്ചത്? സജി എന്നാണ് അംഗത്തിന്റെ പേര്. രണ്ട് കഥാപാത്രങ്ങളും മാനസികമായിട്ട് ഒരു വേദന ഉളവാക്കുന്നുണ്ട്. പക്ഷെ രണ്ടും രണ്ട് തരത്തിലാണെന്ന് മാത്രം. ഒന്ന്, നമ്മുടെ നാട്ടിലെ ഈ സ്ത്രീ പീഡനം എന്ന് പറയുന്ന വിപത്ത് അനുഭവിച്ച ഒരച്ഛന്റെ വേദനയാണ്. മറ്റൊന്നൊരു ജീവിതത്തിൽ തന്നെ സ്വപ്നം മറക്കാതെ പോകുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ദുഃഖമാണ് ആദാമിന്റെ മകൻ അബുവിലൂടെ അവതരിക്കപ്പെട്ടത്. അപ്പൊ രണ്ടിൻ്റെതായ വിങ്ങലുകളും ഒക്കെ ഉണ്ട്. ഓക്കെ. അടുത്ത ചോദ്യം കീരിക്കാടൻ ജോസ് എന്നാണ് ആ മെമ്പറുടെ പേര്. അദ്ദേഹത്തിന്റെ ചോദ്യം ഇതാണ്: ഹജ്ജിന് പോകുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടി താങ്കൾ സൂര്യ ടിവിയുടെ ഒരു ഡീൽ ഓർ നോ ഡീൽ എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തുവല്ലോ. ആദാമിന്റെ മകൻ അബു എന്ന സിനിമ ചെയ്തതുകൊണ്ടും അതിലെ അബു എന്ന കഥാപാത്രം ശരിക്കും ഉൾക്കൊണ്ടത് കൊണ്ടുമാണോ താങ്കൾ ഇത്തരം ഒരു പരിപാടിയിൽ ഹജ്ജിന് പോകുന്നവരെ സഹായിക്കാനായി തിരഞ്ഞെടുത്തത്? അത് സൂര്യ ടിവിയുടെ പരിപാടിയിൽ ഞാൻ അനൗൺസ് ചെയ്തെങ്കിലും ഇങ്ങനെ ആ പൈസ കൊണ്ടാണ് പോയെന്നുള്ളത് അത് ശരിയല്ല. കാരണം എന്നോട് പലരും പറഞ്ഞു ഇങ്ങനെ കളി എന്തായാലും കളി തന്നെയാണ്. അതിപ്പോ ഡീലോ നോ ഡീലായാലും ചൂതാട്ടമായാലും കളി എന്തായാലും കളി തന്നെയാണ്. അപ്പോ അതുകൊണ്ട് ഉണ്ടാക്കിയ പണം കൊണ്ടല്ല ഈ പറഞ്ഞയക്കുന്നത് പറഞ്ഞതിന്റെ പേരില് ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച പൈസ കൊണ്ടാണ് അദ്ദേഹത്തെ വിട്ടത്. അതിനുശേഷം അദ്ദേഹം പോയി വന്നതിന് ശേഷമാണ് എനിക്ക് പണം ലഭിച്ചത് സൂര്യ ടിവിയുടെ ഡീലോ നോ ഡീൽ. കാരണം ഒരു 3 മാസത്തെ ടൈം ഗ്യാപ്പ് ഉണ്ടാവും അങ്ങനെയായാലും. പിന്നെ എനിക്ക് അടുത്തറിയാൻ തന്നെ ഹജ്ജിന്റെ സംഭവം അടുത്തറിയാൻ തീർച്ചയായിട്ടും ആദാമിന്റെ മകൻ അബു എന്ന കഥാപാത്രം ചെയ്തപ്പോഴാണ് എനിക്ക് അത് അടുത്തറിയാൻ സാധിച്ചത്. എനിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ മുസ്ലിങ്ങൾക്ക് അവിടെ പ്രവേശനമില്ലാത്തത് കൊണ്ട് അബുവിന്റെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള എന്റെ ശ്രമമായിരുന്നത്. അത് എന്തായാലും വിജയിച്ചു. അതിൽ ഞാൻ നന്ദി പറയുകയാണ് ചെയ്തോട്. ഓക്കെ സാർ. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്ന 2 വ്യക്തികളാണ്. ജസ്റ്റിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത്. കുഞ്ഞാട് എന്നാണ് ഒരു കടുത്ത ദിലീപ് ഫാനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ യൂസർ നെയിം കുഞ്ഞാട് എന്നാണ്. പിന്നെ മറ്റൊരു വ്യക്തി രാധേയം എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. പുള്ളിക്കാരിയുടെ
യഥാർത്ഥ പേര് അനുരാധ. നാട്ടിലെ ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നു. അവരുടെ രണ്ടാളുടെയും ചോദ്യം ഇതാണ്: ആദാമിന്റെ മകൻ അബു എന്ന സിനിമ താങ്കൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയായിരുന്നല്ലോ. ഈ സിനിമയ്ക്ക് താങ്കൾക്ക് അവാർഡ് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നോ? ഈ ചിത്രം എനിക്ക് സാമ്പത്തികമായിട്ട് വളരെ നഷ്ടമുണ്ടാക്കിയ ചിത്രമാണ്. അത് ലാഭമെന്ന് വിചാരിച്ചാണ് ഇത് പറയുന്നത്. ഇത് അവാർഡ് കിട്ടുകയല്ല, കിട്ടാതിരിക്കുകയല്ല പ്രശ്നം അവിടെ. ഇവിടെ അതുപോലത്തെ നല്ല സിനിമകൾ ജനം കാണണം. പ്രത്യേകിച്ച് ഞാൻ അഭിനയിച്ചതിന്റെ പേരിലാണ് ഞാൻ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തത്. മറ്റാരും ഉണ്ടായിരുന്നില്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്. ഈ ചിത്രത്തിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ട് പോലും ഡിസ്ട്രിബ്യൂട്ടർമാർ വരാത്ത സാഹചര്യത്തിൽ ഈ പറഞ്ഞ ആ സിനിമയുടെ പെട്ടി അത് ആരും കാണാതെ ഇരുന്നു പോകുന്നുള്ള ഒരു ആഗ്രഹം കൂടി ഒരു സമൂഹത്തിനോട് പ്രതിബദ്ധമുള്ള ഒരു കലാകാരൻ രീതിയിൽ ചെയ്യേണ്ട ചെയ്തതല്ല. അത് എനിക്ക് അത് സാമ്പത്തികമായിട്ട് വളരെ നഷ്ടമുണ്ടാക്കിയ ഒരു ചിത്രം തന്നെയായിരുന്നു. ഇതൊന്നും കളക്ട് ചെയ്തില്ല. മറ്റൊരു അഭിനേതാവായിരുന്നുവെങ്കിൽ താങ്കൾ ഒരുപക്ഷെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. താങ്ക് യു സർ. അടുത്ത ചോദ്യം വീണ്ടും രാധേയം എന്ന് പറയുന്ന മെമ്പറിന്റെ തന്നെയാണ്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന തീരുമാനം എടുക്കാൻ വൈകിയത് എന്തുകൊണ്ടാണ്? അവാർഡ് വിവാദങ്ങൾക്ക് മുമ്പ് ഈ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നുവെങ്കിൽ വിവാദങ്ങളെ ഒഴിവാക്കാമായിരുന്നു എന്ന് കരുതുന്നുണ്ടോ? എങ്ങനെ വിവാദങ്ങൾ? ഇത് ഞാനൊരു കാര്യം കേട്ടായി തന്നെ, ഇതിന്റെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് വന്നപ്പോ അവാർഡിന്റെ ടൈമായി കറക്റ്റ്. അല്ലാതെ മനഃപൂർവ്വം വഹിച്ചല്ല ഇത്. ഇത് നവംബർ ഡിസംബർ ഷൂട്ടിങ് കഴിഞ്ഞപ്പോ പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളുണ്ട്, ഒത്തിരി സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോ ഈ അവാർഡ് കേരള ഇത് ഡിസംബർ 30 സെൻസർ ചെയ്ത് തന്നെ വീഡിയോ പിന്നിട്ടാണ് സെൻസർ ചെയ്തത്. അതിനുശേഷം പിന്നെയും വർക്കുകൾ എടുക്കുകയായിരുന്നു. ഇതിന്റെ പ്രിന്റ് വരുന്നത് കേരള സ്റ്റേറ്റ് ഫിലിം കോമ്പറ്റീഷനാണ് ഇതിന്റെ പ്രിന്റ് ആദ്യമായിട്ട് വരുന്നത്. അല്ലാതെ മനഃപൂർവ്വം വഹിച്ചല്ലത്. ഓക്കെ സാർ. ഇനി അടുത്ത കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ട് പേഴ്സണൽ ചോദ്യങ്ങളാണ്. താങ്കളെ കുറച്ചുകൂടെ അറിയാൻ വേണ്ടിയിട്ട് മെമ്പേഴ്സിന് ആഗ്രഹമുണ്ട്. അങ്ങനെ അവർ ചോദിച്ച ചോദ്യങ്ങളാണ്. ഇദ്ദേഹത്തിന്റെ പേര്, ഈ ചോദ്യകർത്താവിന്റെ പേര് വർഗീസ് മാപ്പിള എന്നാണ്. അതായത് ഫോറത്തിലെ പേര്, സൈറ്റിലെ പേര് വർഗീസ് മാപ്പിള എന്നാണ്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: കുട്ടിക്കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ എപ്പോഴെങ്കിലും ദൈവത്തിനോട് ദേഷ്യം തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ അതേ ദൈവം ഇത്രയൊക്കെ സൗഭാഗ്യങ്ങൾ തരുമ്പോൾ എന്ത് തോന്നുന്നു? ഞാൻ ഒരിക്കലോടും ദൈവത്തിനോട് പരിഭവപ്പെടാനോ ദൈവത്തിനോട് സങ്കടങ്ങൾ പറയാനോ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അമ്പലങ്ങളിൽ പോയി അങ്ങനെ ഇപ്പൊ പ്രാർത്ഥിക്കുന്ന ഒരാളല്ല. ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ അദ്ദേഹത്തെ അധികം ബുദ്ധിമുട്ടിച്ചിരുന്നാണ് എന്റെ ആഗ്രഹം. ഇപ്പോ എന്നെ തന്നെ ഒരാൾ ഇങ്ങനെ 10-15 പ്രാവശ്യം എന്റെ പേരത്ത് വിളിച്ച് എന്റെ മുന്നിൽ വിളിച്ച് എനിക്ക് എന്നെ ഭ്രാന്ത് കയറും. അപ്പൊ ഈ ദൈവം എന്ന് പറയുന്ന അദ്ദേഹം എത്രയോ കോടി പ്രാവശ്യമാണ് ആളുകൾ വിളിച്ച് ശ്രദ്ധപ്പെടുന്നത്. അപ്പൊ ദൈവത്തെ വളരെ കുറച്ച് മാത്രം ബുദ്ധിമുട്ടിക്കുക എന്നൊരു തത്വമുള്ള ആളാണ് ഞാൻ. അടുത്ത ചോദ്യം, ചോദ്യകർത്താവിന്റെ പേര് വിനോദ് എന്നാണ്. അദ്ദേഹം ഖത്തറിൽ ജോലി ചെയ്യുന്ന ഒരു പ്രവാസിയാണ്. ഫോറത്തിൽ അദ്ദേഹത്തിന്റെ പേര് കാശിനാഥൻ എന്നാണ്. മോഹൻലാലിന്റെ ഒരു ആരാധകനാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം ഇതാണ്: സലിം എന്നുള്ളത് സാധാരണയായി മുസ്ലിംസ് ഇടാറുള്ള ഒരു പേരാണല്ലോ. ഇങ്ങനെ ഒരു പേരിടാനുള്ള കാരണം താങ്കൾ എപ്പോഴെങ്കിലും മാതാപിതാക്കളോട് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചെങ്കിൽ അവരെന്ത് മറുപടിയാണ് നൽകിയിട്ടുള്ളത്? അത് എന്റെ വീട് പറവൂർ, അതിന്റെ അടുത്ത് ചെറായി എന്ന സ്ഥലം കേട്ടാണ്. ചെറായി. ഈ ചെറായിലായിരുന്നു സഹോദരൻ അയ്യപ്പൻ എന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ജീവിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹമാണ് ഈ പന്തിഭോജനമൊക്കെ എല്ലാ ജാതിക്കാരെയൊക്കെ ഇരുത്തിയിട്ട് പന്തിഭോജനം നടത്തി ഒരു സാമൂഹ്യ വിപ്ലവം നടത്തിയ ഒരു നേതാവായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ മൂവ്മെന്റിലൊക്കെ പ്രചോദനം കൊണ്ട് അദ്ദേഹത്തിന്റെ ഫാൻസ് ആയിരുന്നു അക്കാലത്ത് ചെറുപ്പക്കാര്. അപ്പൊ അക്കാലത്ത് ചെറുപ്പക്കാർക്ക് ഒരു സംഭവം ഉണ്ടായിരുന്നു: എന്റെ മക്കൾക്ക് പേര് കേട്ടാൽ ജാതി എന്താണെന്ന് അറിയാത്ത ഒരു പേര് വേണമെന്ന്. അങ്ങനെ ഈ പരിസരത്തിൽ ഒരുപാടുണ്ട്. നൗഷാദ്, ജലീൽ എന്നൊക്കെ പറയുന്നത് ഹിന്ദുക്കൾക്കുണ്ട്. സലിം എന്നുള്ള അതാണ്
അപ്പൊ എന്റെ അച്ഛനും ഒരു ആരാധനായിരുന്നു അദ്ദേഹത്തിന്റെ. ഇതെന്തായാലും ഞങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമായ ഒരു അറിവാണ് താങ്കൾ തന്നിരിക്കുന്നത്. കാരണം ഇത് മറ്റൊരിടത്തും വായിച്ച അറിവോ കേട്ടറിവോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സലിം കുമാർ എന്ന പേരിന്റെ അതെ, സലിം കുമാർ എന്ന പേരിന്റെ രഹസ്യം ഇതാദ്യമായി ഞങ്ങളിലൂടെ ലോകം അറിയുകയാണ്. നന്ദിയുണ്ട് സർ. അടുത്ത ചോദ്യം ആശാൻ എന്ന് പറയുന്ന ഒരു മെമ്പറാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം ഇതാണ്: സിനിമയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ സലിം കുമാർ എന്ന വ്യക്തി ആരായി തീരുമായിരുന്നു? ഞാൻ ഭൂമിയിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്തായി തീരുമായിരുന്നു? അത് തന്നെ തീരുമായിരുന്നു. സർ, അടുത്ത ചോദ്യം രാധയം എന്ന് പറയുന്ന മെമ്പറിന്റെയാണ്. പുള്ളിക്കാരിയുടെ ചോദ്യം ഇതാണ്. സാറിന് ഇത് യോജിക്കാനാവാത്തതായിരിക്കാം, എന്നിരുന്നാലും പുള്ളിക്കാരിയുടെ ചോദ്യം ഇങ്ങനെയാണ്: UPA-യുടെ ചരിത്രപരമായ അഴിമതി ഭരണം തുടരുമ്പോഴും ഒരു കോൺഗ്രസുകാരനായി തുടരാൻ താങ്കളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയ പാരമ്പര്യം വിടാതെ ഇപ്പോഴും പ്രവർത്തകനായി തുടരുന്നു എന്നുള്ളതല്ലാതെ മറ്റെന്തെങ്കിലും പ്രചോദനമുണ്ടോ? താങ്കളുടെ നിലപാടുകൾ താങ്കൾ എല്ലാ വേദികളിലും തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കോൺഗ്രസിനെ അറിഞ്ഞുകൊണ്ടോ അതിന്റെ ആശയങ്ങളെ ആകൃഷ്ടനായിട്ടോ ആ പാർട്ടിയിൽ വന്ന ആളല്ല ഞാൻ. എന്റെ അച്ഛൻ എന്നെ ചെറുപ്പത്തിലേ ഇതിന്റെ കൂടെ കൊണ്ടു നടക്കുകയും അങ്ങനെ അതറിയാതെ മനസ്സിലായിട്ട് കയറിപ്പോയതുകൊണ്ട് വന്നതാണ്. അപ്പോൾ അത് ഞാൻ എന്നുവരെ എന്തോ അതുവരെ കോൺഗ്രസ്, അല്ലെങ്കിൽ കോൺഗ്രസ് എന്നവരെ എന്തോ അതുവരെ ഞാൻ കോൺഗ്രസ് ആയിരിക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ അഴിമതി നടക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. അഴിമതി ഇല്ലാത്ത വേറെ പാർട്ടിക്കാരും ഇല്ല, ഇവര് മാത്രം ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെ എതിർക്കാമായിരുന്നു. പക്ഷെ എല്ലാവരും വന്നവരും പോണവരൊക്കെ ഇവിടുന്ന് വെറും കൈയോട് പോയിട്ടില്ല എന്നൊരു സത്യം രാധവൻ മനസ്സിലാക്കണം. താങ്ക് യു സർ. അടുത്തത് വീണ്ടും താങ്കളുടെ നാട്ടുകാരന്റെ ചോദ്യമാണ്. സജി എന്നാണ് പേര്, അദ്ദേഹത്തിന്റെ യൂസർ നെയിം. അദ്ദേഹം ചോദിക്കുന്ന ഇതാണ്: പട്ടണം കവലയിൽ കലുങ്കിലിരുന്ന് കമന്റ് അടിയും സ്വറപറച്ചിലും ഒക്കെ ആയിരുന്ന ഒരു സലിം കുമാർ ഉണ്ടായിരുന്നില്ലേ? അക്കാലത്തെ ഒരു രസകരമായ അനുഭവം പറയാമോ? പട്ടണം കവലയിൽ കലുങ്കിലിരുന്ന് കമന്റ് അടിയും സ്വറപറച്ചിലും ഒക്കെയായി കഴിഞ്ഞിരുന്ന ഒരു സലിം കുമാർ ഉണ്ടായിരുന്നില്ലേ? അക്കാലത്ത് നടന്ന ഒരു രസകരമായ അനുഭവം പറയാമോ? രസകരങ്ങളായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹം ചെറുപ്പം മുതൽ അറിയുന്ന ഒരാളാണെന്ന് തോന്നുന്നു. ജംഗ്ഷന് കറക്റ്റായിട്ട് പറഞ്ഞത്. കമന്റ് അടി അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ചൊറവർച്ചിലൊക്കെ ഉണ്ടാവാം, പക്ഷെ കമന്റ് അടി എന്ന് പേര് ഞാൻ പണ്ടേ അതൊരു വീക്കായിരുന്നു. അപ്പോ ചൊറവർച്ചിലൊക്കെ ഉണ്ടാവും. പിന്നെ അത് ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾ ചോദിച്ച സമയത്ത് അത് ഓർത്തെടുക്കാന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്. ഏതായാലും പിന്നീട് ഒരിക്കലും അതിനെ കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയാം. നാട്ടുകാരനാണല്ലോ, അപ്പൊ പിന്നീട് എപ്പോഴെങ്കിലും നേരിട്ട് കാണുമ്പോഴും പറയാവുന്ന. അതെ, നേരിട്ടായാലും പറഞ്ഞാൽ പോരെ. അതെ. അടുത്ത ചോദ്യം വീണ്ടും ജസ്റ്റിൻ അഥവാ കുഞ്ഞാട് എന്ന മെമ്പറിന്റെയാണ്. അദ്ദേഹം ദിലീപ് ഫാൻ ആയതുകൊണ്ടാവാം ഇത്തരം ഒരു ചോദ്യം. താങ്കളും ദിലീപുമായുള്ള കെമിസ്ട്രി വളരെയധികം മികച്ചതാണ്. മറ്റു നടന്മാരുമായി തുലനം ചെയ്ത് നോക്കുമ്പോൾ അത് വളരെ മേലെയാണ്. അത് എന്തുകൊണ്ടാണ്? രണ്ടാളും മിമിക്രി എന്നൊരു തട്ടകത്തിൽ നിന്ന് വന്നത് കൊണ്ടാണോ അത്തരം ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ആവുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. തീർച്ചയായിട്ടും. പിന്നെ ഒരു ഫ്രണ്ട്സായതിന്റെ പേരിൽ ഒരു മറയില്ല അതിനകത്ത്. ഒരു അപ്പുറപ്പുറം മതിലുകളില്ല. അതെ. അപ്പൊ എന്തും ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, ശക്തമായിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് എന്തിലൂടെ നോക്കിയാലും അതിലൂടെ ഹ്യൂമർ കാണുന്ന ആളുകളാണ് ഞാനും ദിലീപൊക്കെ. എന്ത് നോക്കിയാലും ഒരു ദുഃഖകരമായിട്ടുള്ള സംഭവത്തിൽ പോലും ഹ്യൂമർ കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളുകളാണ്. അതായിരിക്കും എല്ലാവരും പറയാറുണ്ട്, ദിലീപും ഞാനും കൂടിയുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ വളരെ രസകരമാവുന്നുണ്ട്. അത് ഒരു മാനസിക പൊരുത്തമായിരിക്കാം ഞാൻ വിശ്വസിക്കുന്നു. ആയിരിക്കും, തീർച്ചയായിട്ടും. അത് മനസ്സുകളിൽ തമ്മിൽ അടുപ്പമായിരിക്കാം. അതെ.